ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മുല്ലയിൽ കുറേ മുട്ടയിട്ടിട്ടുണ്ട് കേട്ടോ. നിറച്ച് മുട്ടയുണ്ട്. അപ്പോൾ മുട്ട തൊട്ട് ഞാനത് വിരിയാനുള്ള കാത്തിരിപ്പിലാണ്. ഇങ്ങനെ കാത്തിരുന്ന് നമ്മൾ വിരിക്കില്ലേ, അതുപോലെ ഇപ്പം നമ്മളൊരു ചെടി നട്ടാൽ തന്നെ നമ്മളത് അയ്യോ കീർത്തുന്നുണ്ടോ എന്ന് ഓർത്തോർത്ത് ഇങ്ങനെ ഡെയിലി നമ്മൾ വാച്ച് ചെയ്യില്ലേ. ഞാനങ്ങനെ ഉണ്ടോ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പോയി നോക്കും, ഇല വന്നോ മുട്ടിട്ടോ എന്നൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ മുല്ലമുട്ടുകൾ എല്ലാം ഞാൻ നോക്കി വിരിയിച്ചു എന്ന് പറയാം. അങ്ങനെ ഓരോ ദിവസവും നോക്കി നമ്മുടെ മുല്ലയിലെ മുട്ടെല്ലാം നല്ല സൂപ്പറായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുല്ലപ്പൂക്കളെല്ലാം പറിച്ചെടുത്തിട്ട് മാല കോർത്താലോ. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. പച്ചപ്പിൽ നല്ല വൈറ്റ് പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ലാണെങ്കിലും നല്ലൊരു എന്തൊക്കെയോ ഒരു ഫീലാണ് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ. എനിക്കും മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ നമുക്ക് ഈ അമ്പലത്തിലെ ഉത്സവങ്ങളും കല്യാണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരും. ചെറുതായിരിക്കുമ്പോൾ ഇതുപോലെ മുല്ലപ്പൂക്കൾ എല്ലാവരും കൂടി വെക്കേഷൻ ടൈമിലൊക്കെ നമ്മൾ അമ്മ വീട്ടിലൊക്കെ നിൽക്കാൻ പോകുമ്പോൾ അവിടെ ഇതുപോലെ മുല്ലപ്പൂവും പിന്നെ നമ്മുടെ കനകാമ്പരം എന്ന് പറഞ്ഞ പൂവില്ലേ അതും ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടി ഇങ്ങനെ പറിച്ചെടുത്ത് കോർത്ത് ഇങ്ങനെ തലയിൽ ചൂടി നടക്കലായിരുന്നു മെയിൻ പരിപാടി. വെക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഉണ്ടാവില്ല, അപ്പം നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മുടെ മുല്ലപ്പൂവെല്ലാം ഞാനിത് പറിച്ചെടുത്തിട്ടൊരു കൊട്ടയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാല കോർക്കാം. അപ്പം ഇതാ നമ്മുടെ മുല്ലപ്പൂ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ. നിങ്ങളുടെ ആരുടെയൊക്കെ വീട്ടിൽ മുല്ലയുണ്ട്? ഇതുപോലെ മുല്ലപ്പൂക്കൾ പറിച്ചിട്ട് മാല കോർക്കാറുണ്ടോ?